നമ്മുടെ നാട്ടിൽ പേവിഷബാധ ഏൽക്കുന്നത് പ്രധാനമായിട്ടും നായ്ക്കളിൽ നിന്നാണല്ലോ, ചിലപ്പോൾ പൂച്ചകളിൽ നിന്നും. എന്നാൽ കൗതുകമെന്ന് തോന്നാം, അമേരിക്കയിൽ പേവിഷബാധ കൂടുതലും ഏൽക്കുന്നത് വവ്വാലുകളിൽ നിന്നാണ്. നമുക്കൊരു സംശയം തോന്നാം, വവ്വാലുകൾ എങ്ങനെയാണ് ഈ പേവിഷബാധ പകർത്തുന്നത്? കാരണം നമ്മുടെ നാട്ടിൽ അത് മനുഷ്യനുമായി സഹവാസമൊന്നുമില്ല. തേൻ കുടിക്കാൻ വരും മരങ്ങളിൽ, അപ്പോഴേ നമ്മളെ കാണുമ്പോൾ തന്നെ അത് സ്ഥലം വിടും. നമ്മളുമായിട്ട് ഒരു സമ്പർക്കവും വവ്വാലിനില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ഏതാണ്ട് ഒരു 45 പരം വവ്വാലുകളുണ്ട്, ഇനങ്ങൾ. അതൊക്കെ വസിക്കുന്നത് ഈ വീടുകളുടെ മേൽക്കൂരകളിൽ മറ്റുമാണ്. കാരണം അവിടുത്തെ വീടുകളുടെ മേൽക്കൂരലിൻ്റെ സംവിധാനം അങ്ങനെ ഉണ്ട്, ഇടകളൊക്കെ ഉണ്ട്. അവിടെ ചൂട് തേടി, തണുപ്പാണല്ലോ അവിടെ കൂടുതലും, അപ്പോൾ ആ സമയങ്ങളിൽ ചൂട് തേടി ഈ മേൽക്കൂരകളിലൊക്കെ വന്നിരിക്കും. അങ്ങനെ അത് മനുഷ്യനുമായി ചെറിയ സഹവാസം ഉണ്ടാവുകയും അറിയാതെ ആണെങ്കിലും പോലും പോറലുമൊക്കെ കേൾക്കും അതിൻ്റെ ഈ കുത്തേറ്റ്. അത് ചിലപ്പോൾ അറിയാതെ ആയിരിക്കും സംഭവിക്കുന്നത്. കാരണം അവർ മനുഷ്യനുമായിട്ട് അടുത്താണ് ഈ വവ്വാലുകൾ അവിടെ കഴിയുന്നത്. അതുമാത്രമല്ല, ഏറ്റവും അപകടകരമായ സ്ഥിതി എന്ന് പറയുന്നത്, ഈ നായ്ക്കൾക്ക് പേ ബാധിച്ചാൽ അത് 3-4-5 ദിവസമേ ജീവിക്കുള്ളൂ. അതിനിടയിൽ അത് ചത്തുപോകും. ആ സമയത്താണ് നമുക്ക് കടിയേക്കുകയാണെങ്കിലാണ് നമുക്ക് പേ ഉണ്ടാകുന്നത്. എന്നാൽ വവ്വാലുകൾ അങ്ങനെയല്ല, അത് ഇതിൻ്റെ വാഹകരാണ്, പേവിഷ വൈറസിൻ്റെ വാഹകരാണ്. ഈ വവ്വാൽ ചാവത്തില്ല, പക്ഷേ ഇത് പകർത്തിക്കൊണ്ടിരിക്കും വവ്വാൽ. അങ്ങനെ ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്തുണ്ട്. വവ്വാൽ ഏറ്റവും അപകടകാരിയായെന്ന് പറയാൻ കാരണം തന്നെ അതാണ്. അമേരിക്കൻ സർക്കാർ ഒരുപാട് ഇത് എടുക്കുന്നുണ്ട്, ഇതിന് എതിരായിട്ട്. ഈ വവ്വാലുകളുടെ ഇത്തരം മനുഷ്യ സഹവാസം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങൾ തന്നെ അവിടെ ഉണ്ട്. വവ്വാലുകളെ ഭീകരജീവിയായിട്ടാണ് അവർ കാണുന്നത്. നമ്മളിവിടെ തെരുവ് നായ്ക്കളെ കാണുന്നത് പോലെ വളരെ ഭീകരജീവിയായിട്ടാണ് വവ്വാലിനെ അമേരിക്കക്കാർ കാണുന്നത്.